ശനിയാഴ്ച അർദ്ധരാത്രി 12:30-ക്ക് ശേഷം ഒരു ചെറുപ്പക്കാരൻ ഈ പോലീസ് സ്റ്റേഷൻ വരിക. വന്നിട്ട് അയാൾ കയ്യിൽ ഒരു ബാഗുണ്ട്. സംസാരത്തിൽ നിന്ന് മദ്യപിച്ചായിട്ട് തോന്നി നമ്മുടെ പോലീസിൻ്റെ അടുത്ത് വന്നിട്ട് അയാൾ പരസ്പര വിരുദ്ധമായിട്ടാണ് ആദ്യം പറയുന്നതിന് ക്ലാരിറ്റി കുറവാണ്. അപ്പോൾ ഇടയിൽ ബാഗിൽ അയാൾ പറയുന്നു ഇത് രണ്ട് കുട്ടികൾ നേരത്തെ ജനിച്ചിട്ടുണ്ട്, എനിക്കും ഒരു പെണ്ണുമായിട്ട് ബന്ധമുണ്ട്, ബന്ധത്തിൽ 2 കുട്ടികൾ ജനിച്ചിട്ടുണ്ട്, 2 കുട്ടികൾ മരണപ്പെട്ടതാണ്, ആ കുട്ടികളുടെ സ്കെലറ്റനാണ്, അസ്ഥികൂടത്തിൻ്റെ അവശിഷ്ടങ്ങളാണ് ഇത് എന്ന് പറഞ്ഞിട്ടൊരു ബാഗ് തരികയാണ് പോലീസ്. തർക്കമൊന്നുമില്ല. അപ്പോൾ ഈ പെണ്ണെന്ന് പറയുന്നത് ഇതിനെക്കുറിച്ച് ഞങ്ങൾ അന്വേഷിച്ചു. 2020 ഇവർ തമ്മിൽ ഫേസ്ബുക്ക് വഴി പരിചയപ്പെട്ടതാണ്. അന്ന് ഇവർക്ക് 18 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടായിരിക്കണം, ഇയാൾക്ക് അന്ന് 20 വയസ്സ്, 18-20. ഫേസ്ബുക്ക് പരിചയം, തുടർന്ന് അവർ തമ്മിൽ നല്ല ബന്ധമായി, സ്നേഹബന്ധമായി, വിവാഹം കഴിക്കാനായിരുന്നു പരിപാടി എന്ന് രണ്ടുപേരും പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് 21 ആദ്യത്തെ കുട്ടി ഉണ്ടാകുന്നു. ആദ്യത്തെ കുട്ടി തുടർന്ന് ഞങ്ങൾ കൂടുതൽ അന്വേഷിച്ചു. ഇത് മരണപ്പെട്ടതാണോ, കൊന്നതാണോ, കുഴിച്ചിട്ടു എന്ന് പറയുന്ന സത്യമാണോ എന്നൊക്കെ പരിശോധിക്കാൻ വേണ്ടി കുറേ ഞങ്ങൾ ഇത്രയും സമയം വെരിഫൈ ചെയ്തപ്പം കണക്റ്റഡ് ആയിട്ട് കുറേ ചെറിയ എവിഡൻസ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ കൊണ്ടുവന്നത് മനുഷ്യൻ്റെ അസ്ഥി തന്നെയാണോ, കുട്ടിയുടെ അസ്ഥി തന്നെയാണോ എന്നൊക്കെ പരിശോധിക്കണം. അതിന് ഞങ്ങൾ ഒരു ഡോക്ടറുടെ സേവനം തേടി, ഫോറൻസിക് അദ്ദേഹത്തിൻ്റെ സഹായത്തോടെ ഇപ്പോൾ ഏതാണ്ട് അത് 2 കുട്ടികളുടെ അസ്ഥികളുടെ ഭാഗമാണെന്ന് ഞങ്ങൾക്ക് പ്രാഥമികമായിട്ട് മനസ്സിലാക്കി. ഇനി അത് ശാസ്ത്രീയ പരിശോധന നടത്തണം, FSL വേണം, ഇവരുടേതാണെന്ന് അറിയാൻ DNA ഉൾപ്പെടെയുള്ള പരിശോധനകളും ടെസ്റ്റുകൾ നടത്തണം. കുഴിച്ചിട്ടു എന്ന് പറയുന്ന സ്ഥലം, ആ സ്ഥലത്തെക്കുറിച്ച് ചില വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട്. അത് ഉറപ്പുവരുത്താൻ വേണ്ടി അതിന് കൂടുതൽ വിശദമായ അന്വേഷണം, കൂടുതൽ ക്ലാരിഫിക്കേഷൻ വേണം. ഒരുപാട് സാക്ഷികളെ കണ്ടു ചോദിക്കാറുണ്ട്. 2 പേരും കുട്ടിയുടെ അമ്മയെന്ന് കരുതപ്പെടുന്ന സ്ത്രീ പറയുന്നത് ആദ്യത്തെ കുട്ടി ജനിച്ചപ്പോൾ തന്നെ മരിച്ചിരുന്നു, കഴുത്തിൽ പൊക്കിൾ കൂടി ചുറ്റിയിരുന്നു, അപ്പം വയറ്റിൽ വെച്ച് തന്നെ 2 ദിവസം മുമ്പ് തന്നെ അനക്കമില്ലായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അത് പ്രാഥമികമായിട്ട് പറയുന്ന കാര്യങ്ങൾ പരിശോധിക്കാനുണ്ട്. 2ാമത്തെ കുട്ടി അതും ഇതുപോലെ മരണപ്പെട്ടാണ് വന്നത് പറയുന്നത്. ഞങ്ങളിപ്പോൾ ഇന്നിപ്പോൾ നടത്തിയ വേഗതല ഇൻവെസ്റ്റിഗേഷൻ ഞങ്ങൾ ശാസ്ത്രീയമായിട്ട് കുറേ ചോദ്യം ചെയ്ത് കുറേ കാര്യങ്ങൾ വെരിഫൈ ചെയ്തതിൽ 2ാമത്തത് സ്വാഭാവിക മരണമല്ല, അതവർ കൊന്നത് തന്നെയാണ്. 2ാമത്തെ കുട്ടി അവർ കരയാൻ തുടങ്ങി, ശ്വാസം മുട്ടിച്ചു പോകും, മുഖത്ത് കുത്തിപ്പിടിച്ചു പോകും. അത് ഇങ്ങനെയാണ് ഞങ്ങൾക്ക് പ്രാഥമികമായിട്ട് മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തത് കൂടുതൽ അന്വേഷിക്കാനുണ്ട്. ഇനി അതിൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം ഇവിടെ ഒരു അന്വേഷണ സംഘം രൂപീകരിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസം ഈ പെണ്ണാണെങ്കിൽ അവർ കുറച്ച് ലാബ് ടെക്നീഷ്യൻ കോഴ്സൊക്കെ പഠിച്ച് അവരും അത്യാവശ്യം ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് അറിവുകളാണ്. അപ്പം ഇവൾ നാളെ ഒഴിഞ്ഞ് മാറുകയാണെങ്കിൽ, ഇവളുടെ ആങ്ങളെ നാളെ പറ്റത്തില്ലെന്ന് പറയുവാണെങ്കിൽ, 2 പ്രസവിച്ചു, എൻ്റെ കുട്ടിയാണ്, തെളിയിക്കാൻ എന്താ ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കിത് കാണിക്കാം, അതിനുവേണ്ടി ഞാൻ കൊണ്ടുവരാൻ പറഞ്ഞു. ഞാനത് ഇവൻ്റെ വീട്ടിൽ തന്നെ സേഫായിട്ട് വെച്ചിരുന്നു. അപ്പോൾ ഇന്നലെ ഇവർ തമ്മിൽ വൈകുന്നേരം തർക്കം ഉണ്ടായിട്ട് ഞാൻ അപ്പോൾ രാത്രി വിളിക്കുമ്പോൾ ഇവളുടെ ഫോൺ എൻഗേജാണ്. അതാണ് ഇന്നലെ പെട്ടെന്ന് ഉണ്ടായ സംഭവം. അവൾ പറയുന്നുണ്ട് അവളുടെ ഒരു റിലേറ്റീവിന് വലിയ മെച്ചോട് സംസാരിച്ചു. അപ്പം അവന് പെട്ടെന്ന് കള്ളും കുടിച്ച് കഴിഞ്ഞ് നല്ലപോലെ മദ്യപിച്ച് കഴിഞ്ഞപ്പോഴത്തേന് അവന് ഫോൺ വിളിച്ചപ്പോൾ കണ്ടിന്യൂസ് എൻഗേജ് ആയപ്പോഴത്തേന് ഇവൻ കുറേ ദിവസമായിട്ട്, ഈ അടുത്ത ദിവസങ്ങളായിട്ട് അവളെ സ്ഥിരം വിളിച്ചിട്ട് സോറി പറഞ്ഞ് എൻ്റെ ഭാഗത്ത് ദോഷമൊന്നും ഉണ്ടാവുന്നില്ല എന്നൊക്കെ പറഞ്ഞതായിട്ടൊക്കെ നമുക്ക് പ്രാഥമികമായിട്ട് മനസ്സിലായ കാര്യങ്ങൾ. ഇന്നലെ എന്തായാലും വൈകുന്നേരം സംസാരിച്ചപ്പോഴത്തേക്ക് വളരെ ബുദ്ധിമുട്ടായതിന് ശേഷം അവനോട് പറഞ്ഞു എന്നാണ് പ്രൊജക്റ്റ് ചെയ്തത്. ഞാൻ അങ്ങനെ എന്നെ നീ തേച്ചതിന് ശേഷം നീ അങ്ങനെ ജീവിക്കേണ്ട എന്ന് അവൻ ഇന്നലെ വൈകുന്നേരം 11:30-ക്ക് പറഞ്ഞു. അവൾ പറഞ്ഞതിന് ശേഷം അവൾ ഇവൻ്റെ റിലേറ്റീവ്സിനെയൊക്കെ ബന്ധപ്പെടാൻ ശ്രമിച്ചു. പക്ഷേ രാത്രി അവൻ ആരെയും ഫോൺ കിട്ടിയില്ല. പറയുന്നില്ലല്ലോ, മൃതദേഹം എന്ന് പറയുന്നത് കുഴിച്ചിട്ട് മാസങ്ങൾക്ക് ശേഷമാണ് അതിൽ നിന്ന് അസ്ഥികൾ മുഴുവൻ എടുത്ത്. അപ്പോൾ പിന്നെ അതിനകത്ത് റെമനൻസ് ഉണ്ടാവണം, അതും ഇത് ഒന്നാന്നോ നോക്കണം. സ്വാഭാവികമായിട്ടും ആ സ്ഥലത്തു നിന്നാണോ എടുത്തത്, അവിടെ ഇതിൻ്റെ ബാക്കിയുണ്ടോ, ആ സ്ഥലം ഇത് തന്നെയാണോ, അപ്പോൾ ആ ഭാഗവും വേണം. 2ാമത് ഇപ്പം പറഞ്ഞനുസരിച്ചാണെങ്കിൽ അത് വേറൊരു പോലീസ് സ്റ്റേഷൻ പരിധിയാണ്, അത് കുടിച്ചിട്ടത് ഈ അമ്മയാണ്.
പ്രാഥമികമായിട്ട് രണ്ടുപേരെ നമ്മൾ ചോദ്യം ചെയ്തു, പല പ്രാവശ്യം ചോദ്യം ചെയ്തു. അപ്പോൾ നമുക്ക് മനസ്സിലായത് അവള് ഇത് കുഴിച്ചിട്ട സമയത്ത് നാട്ടിൽ ആർക്കും ഒരു സംശയം, ഇവള് പട്ടാപ്പകലാണ് കുഴിച്ചിടുന്നത്, സ്വന്തം മുറിയിടത്തിൽ. അപ്പം അയൽവക്കക്കാർക്ക് എന്തൊക്കെയോ ഇവള് ഗർഭിണിയായിരുന്നു എന്നൊക്കെ സംശയം ചില പെണ്ണുങ്ങൾക്കുണ്ടായിരുന്നു, ആ അയൽവക്കത്തെ നാട്ടിലെ പെണ്ണുങ്ങൾ. അപ്പോൾ കുഴിച്ചിട്ടത് കണ്ടിട്ട് അവിടെ ഒരു സംസാരം വന്നതാണ്. അപ്പോൾ അവിടെ അത് കുഴിച്ചെടുക്കാൻ സാധ്യതയൊക്കെ ഉണ്ടല്ലോ സ്വാഭാവികമായിട്ട്. അങ്ങനെ ഒരു സംശയം അവൾക്ക് ഉണ്ടായതായിട്ട് ആണ് പറയുന്നത്. അതിന് സാധ്യതയുണ്ട്. പിന്നെ വേറൊരു സൂചനയുള്ളത്, അവൻ പറഞ്ഞു ഇതിൻ്റെ റെമനൻസൊക്കെ ഇങ്ങ് കൊണ്ടുപോയി, എനിക്കത് കുട്ടികൾ, അവൻ്റെ 1-2 കൂട്ടുകാരുടെ അവൻ പറഞ്ഞതായിട്ട് പറയുന്നത്, ഈ കുട്ടികൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ തുടർന്ന് ചടങ്ങുകൾ നടത്തിയില്ലെങ്കിൽ കുട്ടിക്ക് മോക്ഷം കിട്ടും, അതൊരു ദോഷം വരും. അപ്പം അതിന് എവിടെങ്കിലും കടലിൽ കൊണ്ടുകളയാം, നമ്മൾ പറയുമല്ലോ ഈ അസ്ഥി നിമഞ്ജനമൊക്കെ എന്ന് ഇവള് അവനോട് പറഞ്ഞതായിട്ട് പറയുന്നു. പിന്നെ അതിനുശേഷം അവനിൽ നിന്ന് നമുക്ക് വേറെ വിവരം കിട്ടുന്നത്, അവൻ ബോധപൂർവമാണ് അവളെ കൊണ്ടത് കൊണ്ടുവരിച്ചത്. കാരണം ഇവർ തമ്മിൽ ആദ്യം അടുപ്പമുണ്ടായിരുന്നു, ഗർഭിണിയായി, രണ്ടാമത് വീണ്ടും ഗർഭിണിയായി, രണ്ടാമത്തെ കുട്ടി മരണപ്പെടുന്നു. അതിനുശേഷം ഇവർ തമ്മിൽ തർക്കങ്ങളുണ്ട്. ഇവള് വേറൊരു കല്യാണം കഴിക്കാൻ പോകുന്നൊരു സംശയം വന്നു, ഇവള് അകന്നു പോകുന്നൊരു സംശയം അവനുണ്ടായി. ഇവൾക്ക് രണ്ടാമതൊരു ഫോൺ വേണ്ടാന്ന് അവൾ പറഞ്ഞു, ഇവള് അറിയാതൊരു ഫോൺ ഉപയോഗിച്ചു. ആ ഫോണ് ഈ 2025 ജനുവരിയിലാണ് അവൻ മനസ്സിലാക്കുന്നത് ഇവരുടെ വീട്ടിൽ ഫോണുണ്ട്. അതിനെ ചൊല്ലി തർക്കമായി. ഇവള് വേറെ പ്രപ്പോസൽ നോക്കുന്നൊരു സംശയം പറഞ്ഞു. അവനെ കൊണ്ട് ശല്യം വന്നപ്പോൾ സ്വയം അകന്നതാണെന്ന് നമ്മൾ അഡ്മിറ്റ് ചെയ്യുന്നു, അവർ സമ്മതിക്കുന്നു. അസ്ഥിയായതിനു ശേഷം അവിടെ നീ റെമനൻസ് വാരി ബാഗിനകത്താക്കി, അത് ഇവൻ പറഞ്ഞു കൊണ്ടുപോയി ഞാൻ സൂക്ഷിച്ചോളാമെന്ന് പറഞ്ഞു. അങ്ങനെ അവൾ ഹാൻഡ് ബാഗിനകത്ത് വെച്ച് ഒരു ചെറിയ സ്കൂട്ടി പോലൊരു സ്കൂട്ടറിൽ ഇവരുടെ വീടിനടുത്ത് വെച്ച് കൊണ്ടുപോയി.